ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നാത്ത് മന്നൂത്തിൻ്റെ. ഇനി ഇത് ആദ്യത്തേത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അതിൽ നാത്ത് കൊണ്ട് പൂരിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യത്തെ നോക്കാം. ഖദീജത്തു ത്വാലിബത്തുൻ ജദീദത്തുൻ. ഖദീജ പുതിയ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ജദീദത്തു എന്നുള്ള നാത്താണ് നമ്മളവിടെ പൂരിപ്പിക്കേണ്ടത്. ഖദീജത്തു ത്വാലിബത്തുൻ ജദീദത്തുൻ. ഖദീജത്തു മുബ്തദഉൻ മർഫൂൻ, ത്വാലിബത്തുൻ ഖബറുൻ മർഫൂൻ, ജദീദത്തുൻ നാത്ത്. അപ്പോൾ സ്ത്രീലിംഗമായതുകൊണ്ട് സ്ത്രീലിംഗമായിരിക്കണം. ബാക്കിയെല്ലാം യോജിച്ച് പോകണം. മർഫൂവാണ്, ഏകവചനാണ്. ഓക്കെ. അടുത്തത് ഖാലിദുൻ താജിറുൻ ഷഹീറുൻ. പ്രസിദ്ധമുള്ളതാണ്, പ്രസിദ്ധനായ കച്ചവടക്കാരനാണ് ഖാലിദ്. ഓക്കെ. അപ്പോൾ ഖാലിദുൻ മുബ്തദഉൻ മർഫൂൻ, താജിറുൻ ഖബറുൻ മർഫൂൻ, ഷഹീറുൻ നാത്ത്. പ്രസിദ്ധനായ കച്ചവടക്കാരൻ. അൽ അറബിയത്തു ലുഗത്തുൻ സഹലത്തുൻ. അറബി എളുപ്പമുള്ള ഭാഷയാണ്. അപ്പോൾ ഭാഷനെ വിശേഷിപ്പിക്കുന്നത് എളുപ്പം എന്നാണ്. അപ്പോൾ സഹലത്തുൻ എളുപ്പം, അതാണ് നാത്ത്. ലുഗത്തുൻ ഭാഷക്ക് സ്ത്രീലിംഗത്തിൻ്റെ അടയാളമുണ്ട്, ലുഗത്തുൻ. അപ്പം അത് മന്നൂത്താണ്. അപ്പം നാത്തിന് എന്ത് വേണം? സഹലുൻ എഴുതാൻ പാടില്ല, സഹലത്തുന്ന് എഴുതാൻ പാടുള്ളൂ. അൽ ഉസ്ഫൂറു ത്വായിറുൻ സഗീറുൻ. അൽ ഉസ്ഫൂർ എന്ന് പറഞ്ഞാൽ കിളി, ത്വായിർ എന്ന് പറഞ്ഞാൽ പക്ഷി. അപ്പോൾ കിളി ഒരു ചെറിയ പക്ഷിയാണ്. ത്വായിറുൻ സഗീറുൻ. അപ്പോൾ സഗീറുനാണ് നാത്ത്. അപ്പോൾ കിളി അല്ല് കൊണ്ട് തുടങ്ങാൻ പാടുള്ളൂ. അൽ ഉസ്ഫൂറു കാരണം മുബ്തദയാണ്, മുബ്തദ മാരിഫ ആയിരിക്കണം. പിന്നെ അൽ ഉസ്ഫൂറു മർഫൂനും ആയിരിക്കണം. അത്തുഫാഹു ഫാക്കിഹത്തുൻ ലസീദത്തുൻ. ഫാക്കിഹത്തുൻ മുഅന്നസ് ആയതുകൊണ്ട് താ മർബൂത്ത താ ഉള്ളത് കൊണ്ട് ലസീദുൻ എഴുതാൻ പാടില്ല, ലസീസത്തുൻ എന്നായിരിക്കണം നാത്ത്. കാരണം മന്നൂത്തിന് ഫാക്കിഹത്തുൻ ആയതുകൊണ്ട് ലസീസത്തുൻ. അപ്പോൾ അത്തുഫാഹു, തുഫാഹു എന്ന് പറഞ്ഞാൽ ആപ്പിള് രുചിയുള്ള ഒരു ഫലമാണ്, പഴമാണ്. അപ്പോൾ അത്തുഫാഹു മുബ്തദഉൻ മർഫൂൻ, ഫാക്കിഹത്തുൻ ഖബറുൻ മർഫൂൻ, ലസീസത്തുൻ നാത്ത്. അന മുദർരിസുൻ ഖദീമുൻ. ഞാനൊരു പഴയ അധ്യാപകനാണ്. അന മുബ്തദഉൻ മർഫൂൻ, മുദർരിസുൻ ഖബറുൻ മർഫൂൻ, ഖദീമുൻ പഴയതാണ് നാത്ത്, പഴയ അധ്യാപകൻ ഖദീമുൻ. ജദീദിൻ്റെ ഓപ്പോസിറ്റാണ് ഖദീമുൻ. ഇവിടെ മുദർരിസുൻ ആയതുകൊണ്ട് അധ്യാപകനായതുകൊണ്ട് ഖദീമുൻ, അത് പുല്ലിംഗായിരിക്കണം. അടുത്തത് മുഹമ്മദുൻ ത്വബീബുൻ കസ്ലാനു. മുഹമ്മദ് മടിയനായൊരു ഡോക്ടറാണ്. മുഹമ്മദുൻ മുബ്തദഉൻ മർഫൂൻ, ത്വബീബുൻ ഖബറുൻ മർഫൂൻ, കസ്ലാനു മടിയനായ. അപ്പോൾ കസ്ലാനു ഇങ്ങനെ കുറേ പദങ്ങളുണ്ട്. തൻവീനില്ലാത്ത കസ്ലാനു എന്നാ, തൻവീനില്ല, കസ്ലാനു എന്നല്ല, കസ്ലാനു. ഇങ്ങനെ കുറേ പദങ്ങളുണ്ട് അറബി ഭാഷയിൽ. അത് ഇൻഷാ അല്ലാഹ് പഠിക്കും നമ്മൾ. അതിന് ഗൈറു മുൻസരിഫ് എന്നാ പറയാം. ഗൈറു മുൻസരിഫ്, സർഫ് ആവൂല. മംനൂഉം മിന സർഫ് ആവൂല. അതായത് അതിൻ്റെ അർത്ഥം എന്താ? കസ്ലാനൂന്ന് മർഫൂ ഉണ്ട്, കസ്ലാനാന്ന് മൻസൂബുണ്ട്. പക്ഷെ കസ്ലാനീന്ന് വരേണ്ടടുത്ത്, ഉദാഹരണം എപ്പോഴാണ് കസ്ലാനീന്ന് വരാം? ഹർഫ് ജറ് വരുമ്പോഴാണ് കസ്ലാനീന്ന് വരാം. നമ്മൾ ഒന്നതാ പഠിച്ചത്. ഹർഫ് ജറ് വന്നാൽ ഇസ്മു മജ്റൂറാവും. അങ്ങനെ വരേണ്ട സാഹചര്യങ്ങളിൽ കസ്ർ വരേണ്ടടുത്തും എങ്ങനെ എഴുതാം? ഫത്തഹായിട്ടാണ് എഴുതാം, കസ്ലാന.
ഓക്കെ, അതാണ് ഗൈറു മുൻസരിഫ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കുറേ പദങ്ങൾ, തൻവീൻ ഇല്ലാത്ത പദങ്ങൾ. തൻവീൻ ഇല്ലാത്ത പദങ്ങൾ നമ്മൾ ആദ്യം കുറച്ച് പഠിച്ചിന്. ഏതാ അത്? സ്ത്രീലിംഗ പദങ്ങൾ. അപ്പം നമ്മൾ ഈ എക്സസൈസിൻ്റെ മുകളിൽ ഖദീജത്തു എന്നാണ് പറഞ്ഞത്. ഖദീജത്തു എന്നല്ല. അധിക മർബൂത്തുള്ള സ്ത്രീലിംഗ പദങ്ങൾ, സ്ത്രീലിംഗ പേരുള്ള പദങ്ങൾ എന്തായിരിക്കും? ഗൈറു മുൻസരിഫ് ആയിരിക്കും, അല്ലെങ്കിൽ മംനൂ മിനസ്സർഫ് ആയിരിക്കും. ഇതിൻ്റെ PDF ഞാൻ ഇൻഷാ അല്ലാഹ് ഇടും മലയാളത്തിൽ. അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. അതെന്താണ് അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ, അത് മർഫു ഉണ്ടാവും, മൻസൂബ് ഉണ്ടാവും. പക്ഷെ മജ്റൂർ ആകേണ്ടടുത്തും മൻസൂബായിട്ടാണ് ഉണ്ടാകുക. മജ്റൂർ ആകേണ്ടടുത്തും അത് മൻസൂബായിരിക്കും, മജ്റൂർ എഴുതൂല. അതിൻ്റെ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ പഠിക്കും. അപ്പോൾ മുഹമ്മദുൻ തബീബുൻ കസ്ലാനു. അപ്പോൾ മന്നൂത്ത് തബീബുൻ മർഫു ആയതുകൊണ്ട് കസ്ലാനു മർഫു തന്നെ, പക്ഷേ തൻവീനില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. തബീബുൻ കസ്ലാനുൻ എന്നെഴുതൂല, തബീബുൻ കസ്ലാനു. കാരണം ഇത് തൻവീനില്ലാത്ത ഗൈറു മുൻസരിഫാണ്, അല്ലെങ്കിൽ മംനൂ മിന സർഫാണ്. അപ്പോൾ കസ്ലാനു തൻവീൻ ഉണ്ടാവില്ല. ഒന്നുകൂടി പറയാം, ഈ തൻവീനില്ലാത്ത ഒറ്റ അടയാളമുള്ള ദമ്മത്ത്, തൻവീനില്ലാത്ത ഒറ്റ അടയാളമുള്ള ദമ്മത്തിന് മജ്റൂറായിട്ട് വരുന്നിടത്ത്, മജ്റൂർ വരേണ്ടടുത്തും ഫതഹ എഴുതാം, മജ്റൂർ വരേണ്ടടുത്തും ഫതഹാണ് എഴുതാം. അടുത്തത് അൽ ഇംഗ്ലീസിയത്തു ലുഗത്തുൻ സഅബത്തുൻ. ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയാണ്. അപ്പോൾ അൽ ഇംഗ്ലീസിയത്തു മുബ്തദഉൻ മർഫൂൻ, ലുഗത്തുൻ ഖബറുൻ മർഫൂൻ. ആ ലുഗത്തിന് മർബൂത്തുണ്ട്, മുഅന്നസാണ്. അപ്പോൾ സഅബത്തുൻ, സഅബുന്ന് എഴുതാൻ പാടില്ല, സഅബത്തുൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പ്രയാസമുള്ള ഭാഷയാണ്. അൻത ത്വാലിബുൻ ജദീദുൻ, അല്ലെങ്കിൽ അൻത ത്വാലിബുൻ ഖദീമുൻ, ഏത് വേണമെങ്കിൽ എഴുതാം. നീ പഴയ വിദ്യാർത്ഥിയാണോ അല്ലെങ്കിൽ പുതിയ വിദ്യാർത്ഥിയാണോ? ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ മാർക്കാണ്. വന്നുകൊണ്ട് ആണോ, അൻത, അപ്പോൾ ആണോ. അടുത്തത് അൽ കാഹിറത്തു മദീനത്തുൻ ഖദീമത്തുൻ. അൽ കാഹിറത്തു എന്ന് പറഞ്ഞാൽ കൈറോ, മദീനത്ത് എന്ന് പറഞ്ഞാൽ പട്ടണം. അപ്പോൾ മദീന സ്ത്രീലിംഗാണ്, മുഅന്നസാണ്. അപ്പോൾ ഖദീമത്തുൻ, അതിൻ്റെ നാത്ത് എന്തായിരിക്കണം? മന്നൂത്തായ മദീനത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് അതിൻ്റെ നാത്ത് എന്തായിരിക്കണം? സ്ത്രീലിംഗമായിരിക്കണം. അപ്പോൾ അൽ കാഹിറത്തു മദീനത്തുൻ ഖദീമത്തുൻ, പഴയ പട്ടണമാണ്, പഴയ സിറ്റിയാണ് കൈറോ. അൽ കാഹിറത്ത് എന്ന് പറഞ്ഞാൽ കൈറോ. അപ്പോൾ സ്ത്രീലിംഗ പേരല്ലാണ്ട് മർബൂത്ത വരുമ്പം അതിന് മിക്കവാറും തൻവീൻ ഉണ്ടാവും. ഉദാഹരണം ഇപ്പോൾ നമ്മൾ പഠിച്ചു മദീനത്തുൻ, പക്ഷെ ഖദീജത്തു തൻവീനില്ല, ഗൈറു മുൻസരിഫാണ്. ഓക്കെ, അല്ലെങ്കിൽ മംനൂ മിന സർഫാണ്. മദീനത്തുൻ അത് ഗൈറു മുൻസരിഫല്ല. സയ്യാറത്തുൻ നമ്മൾ പഠിച്ചതാ, അതിനൊക്കെ തൻവീനുണ്ട്. സാഅത്തുൻ അതിനൊക്കെ തൻവീനുണ്ട്. ഇപ്പോൾ മുകളിൽ തന്നെ നമ്മൾ പഠിച്ചു ലുഗത്തുൻ തൻവീനുണ്ട്. നോക്കൂ, അത്തുഫാഹു ഫാക്കിഹത്തുൻ തൻവീനുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്താണ്? തൻവീന് ഉണ്ടാവും. ഫാക്കിഹത്തുൻ, ഓക്കെ, ലുഗത്തുൻ, ഓക്കെ, മദീനത്തുൻ, ഇതിനൊക്കെ എന്തുണ്ട്? തൻവീന് ഉണ്ട്. ത്വാലിബത്തുൻ, ഓക്കെ, ഇതിനൊക്കെ എന്തുണ്ട്? തൻവീന് ഉണ്ട്. അപ്പോൾ അതൊന്നും എന്തല്ല, ഗൈറു മുൻസരിഫല്ല. അത് മജ്റൂർ ആകേണ്ടടുത്ത് മജ്റൂർ തന്നെ ആകും. ഓക്കെ, മജ്റൂർ ആകേണ്ടടുത്ത് കസർ വരേണ്ടടുത്ത് കസർ വരും. പക്ഷേ ഗൈറു മുൻസരിഫ്, ഗൈറു മുൻസരിഫ് ഇവിടെ ഒന്നുണ്ട്, ഖദീജത്തു, ഖദീജത്തു, ഇതിന് തൻവീനില്ല, മംനൂ മിന സർഫ്. ഇത് മജ്റൂർ എഴുതൂല. മജ്റൂർ വരേണ്ട സ്ഥലത്ത് എന്തായിരിക്കും? ഫതഹായിട്ട് എഴുതാം, മൻസൂബായിട്ടാണ് എഴുതാം. അപ്പോൾ മനസ്സിലായവർ മനസ്സിലായിട്ടുണ്ടാവും, അല്ലാത്തവർക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് മനസ്സിലാവും, നമ്മൾ ആവർത്തിക്കും. ഇതിൻ്റെ PDF ഇൻഷാ അല്ലാഹ് ഇടുന്നതാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി അടുത്ത എക്സസൈസ് നോക്കാം. അടുത്ത എക്സസൈസിൽ മന്നൂത്തിനെ കൊണ്ട് പൂരിപ്പിക്കണം. നാത്ത് കൊടുത്തിട്ടുണ്ട്, മന്നൂത്തിനെ കൊണ്ട് പൂരിപ്പിക്കണം. അപ്പോൾ ആദ്യത്തെ നോക്കൂ, അൽ അറബിയത്തു ലുഗത്തുൻ സഹലത്തുൻ. അൽ അറബിയത്തു ലുഗത്തുൻ സഹലത്തുൻ, അറബി എളുപ്പമുള്ള ഭാഷയാണ്. അപ്പോൾ മന്നൂത്തിനെ ആഡ് ചെയ്യണം.
അന മുദരിസുൻ ഖദീമുൻ. അടുത്തത് രണ്ടാമത്തെ അന മുദരിസുൻ ഖദീമുൻ. ഞാൻ പഴയ വിദ്യാർത്ഥിയാണ്. അമ്മാറുൻ താജിറുൻ ഖനിയുൻ. അമ്മാറുൻ താജിറുൻ ഖനിയുൻ. അപ്പോൾ താജിറുനാണ് മന്നൂത്ത്. അപ്പോൾ നമ്മൾ മന്നൂത്ത് പൂരിപ്പിക്കുക വേണ്ട. അമ്മാറുൻ മുബ്തദഉൻ മർഫൂൻ, താജിറുൻ ഖബറുൻ മർഫൂൻ, ഖനിയുൻ പണക്കാരൻ. പണക്കാരനായ കച്ചവടക്കാരനാണ് അമ്മാർ. അപ്പോൾ ഖനിയുനാണ് നാത്ത്. അടുത്ത് നോക്കൂ, ഹാദ കലമുൻ മക്സൂറുൻ. അപ്പോൾ കലമുനാണ് മന്നൂത്ത്. മന്നൂത്ത് കൊണ്ട് പൂരിപ്പിക്കലാണ് ഈ എക്സസൈസ്. അപ്പോൾ ഹാദ മുബ്തദഉൻ മർഫൂൻ, കലമുൻ ഖബറുൻ മർഫൂൻ, അത് മന്നൂത്താണ്. മക്സൂറുൻ നാത്ത്. ഇത് പൊട്ടിയ പേനയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താ? ഹാദ കലമുൻ, ഇതൊരു പേനയാണ്. ഇനി ആ പേന വിശേഷിപ്പിക്കണം. അപ്പോൾ എങ്ങനെ എഴുതാം? ഹാദ കലമുൻ മക്സൂറുൻ, ഇത് പൊട്ടിയ പേനയാണ്. ഇനി ഹാദ ഇല്ല, വെറും കലമുൻ മക്സൂറിനാണെങ്കിലോ അത് മുബ്തദ ഖബർ അല്ല കേട്ടോ, അത് നായത്ത് മന്നൂത്ത് മാത്രമാണ്. അതൊരു സെൻറ്റൻസോ വാക്യമല്ല. കലമുൻ മക്സൂർ എന്ന് പറഞ്ഞാൽ പൊട്ടിയ പേന എന്ന് പറയുമ്പോൾ അതിന് മുബ്തദയും ഖബറൊന്നുമില്ല, അത് നായത്ത് മന്നൂത്ത് മാത്രമാണ്. ഹാദ കലമുൻ മക്സൂർ എന്ന് വരുമ്പോഴേ ആ ഹാദ വന്നാലേ മുബ്തദ വരുള്ളൂ, അപ്പോഴേ കലമ് ഖബർ ആവുള്ളൂ, അപ്പോഴേ സെൻറ്റൻസ് ആവുള്ളൂ, ജുംല മുഫീദ. വെറും നായത്ത് മന്നൂത്താണെങ്കിൽ അതെന്തല്ല, അത് ജുംല മുഫീദ, സെൻറ്റൻസ് അല്ല, അതിന് മുബ്തദ ഖബറില്ല. പിന്നെ ഫൈസലു ത്വാലിബുൻ കസ്ലാനു. ഫൈസലു ത്വാലിബുൻ കസ്ലാനു. അപ്പോൾ ഫൈസൽ മടിയനായൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ത്വാലിബുനാണ് ഇവിടെ മന്നൂത്ത്. മന്നൂത്ത് കൊണ്ട് ഫില്ലപ്പ് ചെയ്യണം. കസ്ലാനു എന്ന് എഴുതാൻ പാടുള്ളൂ, കാരണം കസ്ലാനു ഗൈറ് മുൻസരിഫാണ്. കസ്ലാനു ഗൈറ് മുൻസരിഫാണ്. മംനൂ മിനസ് സർഫ്, അത് പൂർണ്ണമായിട്ടും എന്താവില്ല, നമ്മളെ എല്ലാ അടയാളങ്ങളിലേക്കും പോകില്ല. കാരണം എന്താ? മജ്റൂർ ആകൂല. കസർ വരണ്ടെടുത്തത് എന്തേ ആവുള്ളൂ, അത് മൻസൂബേ ആവുള്ളൂ. മൻസൂബായിട്ട് എഴുതുക, ഫതഹായിട്ട് എഴുതുക, കസറായിട്ട് എഴുതൂല. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ സെൻറ്റൻസസ് വാക്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാവും. ഇനി ഇഖ്റ, വായിക്കുക. അപ്പോൾ അടുത്ത നോക്കൂ, കുറേ ഗൈറു മുൻസരിഫ് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഗൈറു മുൻസരിഫ് മംനൂ മിനസ് സർഫ് ഇൻഷാ അല്ലാഹ് പഠിക്കാം. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഗൈറു മുൻസരിഫുകളാണ്. ഓക്കെ. കസ്ലാനു മടിയൻ, ജൗവാനു വിശപ്പുള്ളവൻ. ജൗവാനു എന്ന് പറഞ്ഞാൽ വിശപ്പുള്ളവൻ. കണ്ടോ, തൻവീനില്ല, കണ്ടോ, ഒറ്റ ദമ്മത്തേ ഉള്ളൂ, തൻവീനില്ല. കസ്ലാനു, ജൗആനു വിശപ്പുള്ളവൻ, അത്ഷാനു ദാഹമുള്ളവൻ, ഖൽബാനു കോപമുള്ളവൻ, മൽ ആനു നിറഞ്ഞത്. മൽ എന്ന് പറഞ്ഞാൽ ഫുള്ളാകുക, നിറഞ്ഞത്. അപ്പോൾ ഇതിനൊന്നും എന്തില്ല, തൻവീനില്ല. ഇതെല്ലാം നമ്മൾ ഇൻഷാ അല്ലാഹ് മനപ്പാടാക്കണം. തൻവീനില്ലാതെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനപ്പാടാവും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ കസ്ലാനു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മടിയനായവൻ. ജൗവാനു എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശപ്പ്. അത്ഷാനു ദാഹം, ഭയങ്കര ദാഹം. ഗളബാനു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കുപിതനായവൻ. മല്ലാനു എന്ന് പറഞ്ഞാൽ ഫുള്ളായത്, ഏറ്റവും നിറഞ്ഞത്. ഓക്കെ. ഇതൊക്കെ നാത്തുകളുമാണ്, നാത്തുകളായിട്ടും വരും. ഇപ്പോൾ നമ്മൾ മുകളിൽ വായിച്ചല്ലോ, ഫൈസലു ത്വാലിബുൻ കസ്ലാനു, ഒരു നാത്തായിട്ട് വന്നുള്ളത്. ഓക്കെ. അപ്പോൾ എന്താണ്, അത് ഒരു വിശേഷണം കൂടിയാണ്. മടിയനായ വിദ്യാർത്ഥി എന്ന് പറയണമെങ്കിൽ അത് നാത്തായിട്ട് വരും. അതേസമയത്ത് ഇങ്ങനെയും പറയാം, ഫൈസലു കസ്ലാനു, ഫൈസൽ മടിയനാണ്. അപ്പോൾ അത് നാത്തല്ല. ഫൈസലുൻ മുബ്തദഉൻ മർഫൂൻ, കസ്ലാനു ഖബറുൻ മർഫൂൻ. അപ്പോൾ അത് നാത്തല്ല, പക്ഷെ അത് ഒരു നാത്തായിട്ട് വിശേഷണമായിട്ട് വരും. എപ്പോൾ? ഫൈസലു താലിബുൻ കസ്ലാനു എന്ന് പറയുമ്പോൾ നാത്താവും. വെറും ഫൈസലു കസ്ലാനു എന്ന് പറയുമ്പോൾ അത് ഖബറാണ്, നാത്തല്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇനി അടുത്തത് വായിക്കാം. അന ജൗവാനു, എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ജൗവാനു എന്ന് പറഞ്ഞാൽ വിശക്കുന്നു. അപ്പോൾ അന മുബ്തദഉൻ മർഫൂൻ, ജൗവാനു ഖബറുൻ മർഫൂൻ. ഇവിടെ മർഫൂവിൻ്റെ പ്രത്യേകത എന്താ? ജൗആനു, തൻവീന് ഇടാൻ പാടില്ല. ജൗആനു ഗൈറു മുൻസരിഫാണ്, മംനൂ മിന സർഫാണ്.
എനിക്ക് വിശക്കുന്നു എന്ന് പറയണമെങ്കിൽ അന ജൗ ആനു, നല്ല വിശപ്പുണ്ട്, അതിനാണ് ജൗ ആനു എന്ന് പറയുക. അന്ത ജൗ ആനു, അടുത്ത് നോക്കൂ, നിനക്ക് വിശപ്പുണ്ടോ? ല, ഇല്ല. അന അച്ഛാനു, എനിക്ക് നല്ല ദാഹമുണ്ട്, എനിക്ക് നല്ല ദാഹമുണ്ട്. അപ്പോൾ ല എന്താ? ഹർഫു നഫി. അന മുബ്തദഉൻ മർഫൂൻ, അച്ഛാനു ഖബറുൻ മർഫൂൻ. പ്രത്യേകത എന്താ ഈ മർഫൂൻ്റെ? തൻവീനില്ല, തൻവീന് ഇല്ല. ലിമാദൽ മുദർരിസു ഗൽബാനു അൽ യൗം, ലിമാദ എന്തുകൊണ്ട്, അൽ മുദർരിസു അധ്യാപകൻ, ഗൽബാനു കുപിതനായി, അൽ യൗമ ഇന്ന്, ഇന്ന് അധ്യാപകൻ എന്തുകൊണ്ട് കുപിതനായി. ലിമാദൽ മുദർരിസു ഗൽബാനു അൽ യൗമ. അവസാനത്തത് അൽ കൂബു മൽ ആനു, കൂബ്, കൂബ് എന്ന് പറഞ്ഞാൽ കപ്പ്, കപ്പ് നിറഞ്ഞതാണ്, മൽ ആനു നിറഞ്ഞതാണ്. അൽ കൂബു മുബ്തദഉൻ മർഫൂൻ, അലിഫ് ലാം ഇടണം, കാരണം മുബ്തദ മാരിഫയാണ്. അൽ കൂബു മുബ്തദഉൻ മർഫൂൻ, മൽ ആനു ഖബറുൻ മർഫൂൻ. എന്തായി മർഫൂൻ്റെ പ്രത്യേകത? മൽ ആനു, തൻവീന് ഉണ്ടാവില്ല, ഗൈറു മുൻസരിഫാണ്, മംനൂ മിന സർഫാണ്. എന്താ മംനൂ മിന സർഫിൻ്റെ പ്രത്യേകത? അത് മർഫൂ ആണ്ടടുത്ത് മർഫൂ ആവും, മൻസൂബ് ആണ്ടടുത്ത് മൻസൂബാവും, ഫതഹ് വരും, എൻ്റെ അടുത്ത് ഫതഹ് വരും, ലമ്മത്ത് വരേണ്ടടുത്ത് ലമ്മത്ത് വരും. പക്ഷേ മജ്റൂർ ആകേണ്ടടുത്ത് ഫതഹായിട്ട് തന്നെ എഴുതുക, മജ്റൂർ ആവൂല. മജ്റൂർ വരേണ്ടടുത്ത് മൽ അനീന്ന് എഴുതൂല, മൽ അനീന്ന് വരേണ്ടടുത്ത് മൽ അനാന്ന് എഴുതുക. അച്ഛാനീന്ന് വരേണ്ടടുത്ത് അച്ഛാനാന്ന് എഴുതുക, കസറായിട്ട് എഴുതൂല. ഗൽബാനീന്ന് വരേണ്ടടുത്ത് ഗൽബാനാന്ന് എഴുതുക, കസറാവൂല. കസ്ലാനീന്ന് വരേണ്ടടുത്ത് കസ്ലാനാന്ന് എഴുതുക, കസറാവൂല. ഓക്കെ, കസർ വരേണ്ടടുത്ത് ഫതഹായിട്ട് എഴുതുക. മനസ്സിലാകാത്തവർക്ക് പ്രയാസപ്പെടേണ്ടതില്ല, അത് ഇൻഷാ അല്ലാഹ് ആവർത്തിച്ച് പറയുകയും നമ്മൾ PDF ഇറക്കുകയും ചെയ്യുകയും സെൻറ്റൻസുകൾ വരുമ്പോഴും അത് ഇൻഷാ അല്ലാഹ് കൂടുതൽ മനസ്സിലാവും. ബാറക്കല്ലാഹു ഫീക്കും.